നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. LPG ബുക്കിംഗിൽ മാറ്റങ്ങൾ വരുത്തി കേന്ദ്രം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുപ്പ് കത്തില്ല. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാര്യങ്ങൾ പ്രതീക്ഷിച്ച അത്ര സിമ്പിൾ ആയിരിക്കില്ല. വില വർധനയ്ക്ക് പിന്നാലെ നിയമങ്ങൾ കടുപ്പിച്ച സർക്കാർ. അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ എണ്ണ വാതക പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ നിലവിൽ ഹോർമൂസ് ഒഴിവാക്കി റഷ്യയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ശേഖരിച്ച റിസർവും ഉപയോഗിച്ച് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അതേസമയം LPGയുടെ കാര്യത്തിൽ കാര്യം അല്പം വ്യത്യസ്തമാണ്. ആഗോള എണ്ണവില വർധനയും പ്രകൃതിവാതക ഇറക്കുമതിയിലെ കുറവും നേരിടാനായി പാചകവാതക വില വർദ്ധിപ്പിച്ചിരുന്നു. വർഷങ്ങൾക്കു ശേഷമാണ് രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം 14 കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 60 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം വാണിജ്യ സിലിണ്ടറിന് ഈ മാസം മാത്രം ഏകദേശം 140 രൂപയോളം വില വർദ്ധിപ്പിച്ചു. അതേസമയം വില വർധനയിലും കാര്യങ്ങൾ നിലനിൽക്കുന്നില്ലെന്നതാണ് സത്യം. രാജ്യത്തെ പല കോണിലും വാണിജ്യ സിലിണ്ടർ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഹോട്ടലുകളും കാന്റീനുകളും പലയിടങ്ങളിലും അടച്ചു തുടങ്ങി. നിലവിലെ സാഹചര്യങ്ങൾ നേരിടാനായി ഗാർഹിക LPG സിലിണ്ടർ നയങ്ങളിലും സർക്കാർ ചില ഇടപെടലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് സംരക്ഷിക്കുന്നതിനൊപ്പം അടുക്കള പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുക. ഗാർഹിക LPG സിലിണ്ടർ റീഫില്ലുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ് കാലയളവ് 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി വർദ്ധിപ്പിച്ചു. അവസാന ഡെലിവറിക്ക് ശേഷം 25 ദിവസം കഴിയാതെ പുതിയ ബുക്കിംഗ് സാധിക്കില്ലെന്ന് സാരം. രാജ്യത്ത് LPG ഉറപ്പാക്കാൻ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ചു. എണ്ണ കമ്പനികൾക്ക് വാതക ഉൽപാദനം പരമാവധിയാക്കാൻ നിർദ്ദേശം നൽകി. പെട്രോ കെമിക്കൽ നിർമ്മാണത്തിനായി LPGയുടെ നിർമ്മാണ ബ്ലോക്കുകളായ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ വഴിതിരിച്ചുവിടുന്നതിൽ നിന്ന് റിഫൈനറുകളെ നിരോധിച്ചു. ഉൽപാദന പ്രക്രിയയിൽ ഗാർഹിക LPG മാത്രമാണ് മുൻഗണന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കളുടെ വാർഷിക റീഫിൽ 12 സിലിണ്ടറിൽ നിന്ന് 9 ആക്കി കുറച്ചു. 9 സിലിണ്ടറിന് മാത്രമാകും സബ്സിഡി ലഭിക്കുക. വാണിജ്യ LPG ഉപയോഗത്തിന് കർശന വ്യവസ്ഥകൾ കൊണ്ടുവന്നു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ആവശ്യ മേഖലകൾക്ക് മാത്രമാകും ഇളവ് ലഭിക്കുക. എന്തുകൊണ്ട് സർക്കാർ ഇടപെടൽ? ഹോർമൂസ് പാതയിലെ തടസ്സമാണ് പ്രധാന കാരണം. ഇന്ത്യ LPG ആവശ്യകതയുടെ 60 മുതൽ 64% ഇറക്കുമതിയിലൂടെയും നിർവഹിക്കുന്നു. ഈ ഇറക്കുമതികളിൽ 80 മുതൽ 90% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടന്നിരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസ് വഴി പ്രതിമാസം ഏകദേശം 1.6 മുതൽ 1.8 മില്യൺ ടൺ LPG ആണ് ഇന്ത്യയിൽ എത്തിയിരുന്നത്. ഇന്ത്യയുടെ LPG വിതരണക്കാരിൽ പ്രമുഖർ ഗൾഫ് രാജ്യങ്ങളാണ്. അതിൽ തന്നെ LPG LNG പ്രധാനി ഖത്തറായിരുന്നു. സൗദി, UAE, കുവൈറ്റ് തുടങ്ങിയവരും ഹോർമൂസ് പാത വഴിയാണ് LPG എത്തിച്ചിരുന്നത്. ഇറാൻ ഈ രാജ്യങ്ങളെ ആക്രമിച്ചതും ഹോർമൂസ് തടഞ്ഞതും ഉൽപാദനം നിർത്തുന്നതിലേക്ക് നയിച്ചു. നിലവിൽ ഇന്ത്യയിലേക്ക് ഈ മേഖലയിൽ നിന്ന് LPG ഒന്നും തന്നെ വരുന്നില്ല. ക്രൂഡ് പോലെ ഇന്ത്യക്ക് വലിയ LPG റിസർവ് ഇല്ല. റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനികളുടെ പക്കൽ ഏകദേശം 20 മുതൽ 25 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമാണുള്ളത്. തടസ്സങ്ങൾ കാരണം കരാറുകൾ പാലിക്കാൻ സാധിച്ചേക്കില്ലെന്ന് ഖത്തർ അടക്കമുള്ളവർ ഇതോടകം ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ക്ഷാമം ഭയന്ന് രാജ്യത്തെ LPG ബുക്കിംഗുകളിൽ 15 മുതൽ 20% വർധനമുണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സാധാരണയായി 55 ദിവസത്തിൽ ഒരിക്കൽ ബുക്ക് ചെയ്തിരുന്ന ചില ഉപഭോക്താക്കൾ പോലും 15 ദിവസത്തിനുള്ളിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായി ട്രെൻഡുകൾ കാണിക്കുന്നു. ഇതുകൊണ്ടാണ് സർക്കാർ ബുക്കിംഗ് നിയമം കർശനമാക്കിയത്. ഓരോ വീടിനും കുറഞ്ഞത് ഒരു സിലിണ്ടറെങ്കിലും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. പ്ലാസ്റ്റിക്കുകളും രാസവസ്തുക്കൾക്കും പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ ഉപയോഗിക്കുന്നത് തടയുന്നതിനും വഴി LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.